ജർമ്മനിക്കെതിരെ ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തിന് അനുകൂലമായി ജർമ്മനി സംസാരിച്ചതാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ജർമ്മനിക്കെതിരെ നടപടിയുമായി ഇറാൻ മുന്നോട്ടു പോകുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ജർമ്മൻ കപ്പലുകളെ വിലക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജർമ്മനിയുമായി ഇറാൻ സാമ്പത്തിക യുദ്ധം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ജർമ്മൻ കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ജർമ്മനിക്ക് അത് വലിയ തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ. ജർമ്മനിക്കെതിരെ നടപടി വേണമെന്ന് ഇറാനിലെ മാധ്യമങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് നിരക്ക് കൂട്ടണമെന്നാണ് ഫാസ്റ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ജർമ്മൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഫാർസിൻ്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനെതിരെ നിലപാട് സ്വീകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കെതിരെയും നടപടിയുമായി മുന്നോട്ടു പോകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേൽ US ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇറാൻ്റെ ഭീഷണി. ലോകത്തിലെ തന്നെ തന്ത്രപ്രധാന ഊർജ്ജ ഇടനാഴിയെന്ന് വിശേഷണമുള്ളതാണ് ഹോർമൂസ് കടലിടുക്കിന്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാനുള്ള നീക്കത്തിലാണ് ഇറാൻ എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെ ചെയ്താൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. ഹോർമൂസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ലെന്നായിരുന്നു റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ എണ്ണവില വൻതോതിൽ കുതിച്ചുയരും. എന്താണ് ഹോർമൂസ് കടലിടുക്ക്? അരനൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായാണ് ഹോർമൂസിനെ അറിയപ്പെടുന്നത്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ, അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണിത്. 21 നോട്ടിക്കൽ മൈലാണ് വീതി. ലോകത്തിലെ ഏറ്റവും ഊർജ്ജസമ്പന്നമായ ചില രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ, വാതക കയറ്റുമതിയുടെ പ്രധാന ഗതാഗത മാർഗം കൂടിയാണ് ഹോർമൂസ്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, ഇറാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കാൻ ആശ്രയിക്കുന്നത് ഈ കടലിടുക്കിനെയാണ്. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ കണക്ക് പ്രകാരം ഓരോ ദിവസവും ഏകദേശം 20 മുതൽ 21 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. ഇത് ലോകത്തിലെ പ്രതിദിന ഉപഭോഗത്തിൻ്റെ ഏകദേശം 1/5 വരും. ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെ അഥവാ LNGയുടെ ഒരു പ്രധാന പാത കൂടിയാണിത്. ഹോർമൂസ് കടലിടുക്ക് ഇതിനു മുമ്പ് ഒരിക്കലും പൂർണ്ണമായി അടച്ചിട്ടില്ല.